കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ആൾക്കൂട്ടത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം വയനാട്ടിൽ എത്തുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു വലിയ സ്വീകരണം ഏർപ്പാടാക്കിയിരുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തകരും ഈ സ്വീകരണത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് മുസ്ലിം ലീഗ് നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ എത്ര പേർ പങ്കെടുത്തു, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എത്ര പങ്കെടുത്തു, വിവിധ ഘടകകക്ഷി നേതാക്കൾ UDF-ലെ ഘടകകക്ഷിയുടെ പ്രവർത്തകരും അടക്കം എത്ര പേർ പങ്കെടുത്തു എന്നൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ കയ്യിലുള്ള പതാക കണക്കാക്കിയാണ്. എന്നാൽ ഇത്തവണ ഒരാളും ഒരു പതാകയും ഒരു കൊടിയും പിടിക്കാതെയാണ് ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. അത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കഴിഞ്ഞ തവണ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഇലക്ഷൻ പ്രചാരണം ആരംഭിച്ച് ഏകദേശം പകുതിയാകുമ്പോഴാണ് ഇനി ആരും കൊടി പിടിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം വന്നത്. അത് കോൺഗ്രസ്കാരോടല്ല പറഞ്ഞത്, അത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടല്ല പറഞ്ഞത്, എന്ന് വെച്ചാൽ UDF-ലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടല്ല പറഞ്ഞത്. അത് പറഞ്ഞത് മുസ്ലിം ലീഗ് നേതാക്കളോടാണ്. ആരാണോ പറഞ്ഞത്? കോൺഗ്രസ് നേതാക്കൾ തന്നെ. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ അത് അണികളോട് പറഞ്ഞു, രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് പോകുമ്പോൾ ഇനി മുസ്ലിം ലീഗിൻ്റെ പതാക കൊണ്ടുപോകരുത്, പതാക ഇല്ലാതെ പതാക എടുക്കാതെയായിരിക്കണം മുസ്ലിം ലീഗ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്, പ്രചാരണ പ്രവർത്തനങ്ങൾ പങ്കെടുക്കേണ്ടത് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് ഔദ്യോഗികമായി താഴെ തട്ടുവരെ നൽകി. മുസ്ലിം ലീഗ് പ്രവർത്തകരെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അത്. മുസ്ലിം ലീഗിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അത്. മുസ്ലിം ലീഗിൻ്റെ വോട്ട് വാങ്ങാം, മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രചാരണത്തിന് ഇറങ്ങണം, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ അത്യാവശ്യമാണ്, മുസ്ലിം ലീഗിനെ പിന്തുണ ഇല്ലെങ്കിൽ വയനാട്ടിൽ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ, അത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി ജയിക്കുമ്പോൾ ഞാൻ ജയിച്ചത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ മുസ്ലിം ലീഗിൻ്റെ പതാക കൊണ്ടുവരരുത് എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരോട്, നേതാക്കളോട് കോൺഗ്രസ് പറഞ്ഞത്? ഇത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനക്ഷതമേറ്റ സംഭവമായിരുന്നു, വലിയ വാർത്തയായ സംഭവമായിരുന്നു. അതിന് അവർ പറയുന്ന ന്യായീകരണമുണ്ട്. ഉത്തരേന്ത്യയിൽ ഈ മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തി രാഹുൽ ഗാന്ധിയോടൊപ്പമുള്ള ഫോട്ടോകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പാകിസ്ഥാനിലാണ്, അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചു വരുന്നത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടു കൂടിയാണ്, അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ് എന്ന രീതിയിലുള്ള പ്രചാരണം ഉത്തരേന്ത്യയിൽ നടക്കുന്നു എന്ന്. സത്യത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് തന്നെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇത്തവണയെങ്കിലും രാഹുൽ ഗാന്ധി അത് തിരുത്തും. അത് തിരുത്തി അദ്ദേഹം ഉത്തരേന്ത്യയിൽ BJP-ക്കെതിരെ മത്സരിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം BJP-ക്കെതിരെയാണ് പോരാട്ടം, ഇടതുപക്ഷത്തിന് എതിരെയല്ല. BJP-ക്കെതിരെ പോരാടുന്ന ഒരു സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ആ സഖ്യത്തിലെ മറ്റൊരു കക്ഷി മത്സരിക്കുന്ന സീറ്റിൽ വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്ന ആ കെട്ടുറപ്പിനെ അത് ദുർബലപ്പെടുത്തും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലായിരുന്നില്ല. കാരണം KC വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയെ നയിക്കുന്നത്. KC വേണുഗോപാലിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കേരളത്തിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് നേടുക എന്ന്. ഇന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന് രാഹുൽ ഗാന്ധിക്കറിയാം. ഇന്ത്യയിൽ കോൺഗ്രസ് തിരിച്ചു വരേണ്ടതില്ല എന്നും BJP തന്നെ ഭരിച്ചാൽ മതി എന്നും KC വേണുഗോപാൽ കരുതുന്നുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കരുത് എന്ന ഇന്ത്യ സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാതെ രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത്തവണ വന്നപ്പോൾ സ്വാഭാവികമായും ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെയാണല്ലോ സ്വീകരിക്കാനെത്തുക. അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കളോടും പ്രവർത്തകരോടും മാത്രം പതാക കൊണ്ടുവരരുത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചു, ആരും പതാക എടുക്കേണ്ടതില്ല എന്ന്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പതാക കൊണ്ടുവന്നിരുന്നില്ല. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ അണികളും പതാക ഏന്തിയിരുന്നില്ല. എല്ലാവരും വെറും കൈയോടെ ആണ് വന്നത്. അതുകൊണ്ട് തന്നെ എത്ര മുസ്ലിം ലീഗ് പ്രവർത്തകർ പങ്കെടുത്തു, എത്ര കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു എന്നൊന്നും മനസ്സിലാക്കാത്ത രൂപത്തിൽ ഒരു വലിയ ആൾക്കൂട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. കൊടിയില്ലാത്ത, പതാകയില്ലാത്ത ആൾക്കൂട്ടമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ദയനീയമല്ല എന്നല്ലേ പറയാൻ കഴിയും, അതിദയനീയം എന്നും. കാരണം വയനാട്ടിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഏതൊക്കെ പാർട്ടികളാണ് അവിടെയുള്ളത്? കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിനേക്കാളും ശക്തി മുസ്ലിം ലീഗിനാണ്.
എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത്, സുരക്ഷിത സീറ്റായി വയനാടിനെ കാണുന്നത്? അവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കണക്കാക്കി തന്നെയാണ്, മുസ്ലിം ലീഗിൻ്റെ ശക്തി കണക്കാക്കി തന്നെയാണ്. എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പൊന്നാനി പോലെ മലപ്പുറം പോലെ സുരക്ഷിതമാണ് വയനാട്. മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ ഒന്നായി വയനാട് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമേയില്ല. അങ്ങനെ മുസ്ലിം ലീഗിന് നല്ല സ്വാധീനമുള്ള മണ്ഡലം, ആ നല്ല സ്വാധീനമുള്ള മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് മുസ്ലിം ലീഗിൻ്റെ ഈ സ്വാധീനം കണക്കെടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും തോൽക്കില്ല എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിലാണ്, മുസ്ലിം ലീഗ് പ്രവർത്തകരിലാണ്. അത് പറയാൻ മുസ്ലിം ലീഗിൻ്റെ വോട്ട് നേടിയിട്ടാണ്, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് നേടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് ഇന്ത്യ ജനങ്ങളോട് വിളിച്ചു പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല? എന്താണ്, മുസ്ലിം ലീഗ് പ്രവർത്തകർ രണ്ടാം തരം പൗരന്മാരാണോ? മുസ്ലിം ലീഗ് പ്രവർത്തകരെ, മുസ്ലിം ലീഗിൻ്റെ പതാകയെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഭയപ്പെടുന്നത്? എന്തിന് മുസ്ലിം ലീഗ് ഈ അസ്തിത്വം പണയം വെച്ച് കോൺഗ്രസിനോടൊപ്പം നിൽക്കണം? ഈ ചോദ്യമൊക്കെ ഉയരേണ്ടേ? സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ അണികൾ ഈ ചോദ്യം ചോദിക്കും. ഞങ്ങളുടെ വോട്ട് വേണം, പക്ഷേ ഞങ്ങളുടെ പതാക പാടില്ല എന്ന്. ഞങ്ങൾ വോട്ട് ചെയ്യണം, കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യണം, പക്ഷേ ഞങ്ങളുടെ പതാക അത് നമുക്ക് കയ്യിൽ പിടിക്കാൻ കഴിയില്ല എന്ന് ആത്മാഭിമാനം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗ് അണികളെയാണ് നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിയുക. വയനാട്ടിലെ, അതല്ലെങ്കിൽ മലപ്പുറത്തെ, എന്തിനേറെ പറയുന്നു മലബാറിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഒരു അഭിമാനമുണ്ട്, ആത്മാഭിമാനം. ആ ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടി വരുന്നത്, പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ. അത് വേണോ എന്ന് ചോദിക്കേണ്ടത്, അത് വേണ്ട എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയേണ്ടത് വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ അണികൾ തന്നെയാണ്, പ്രവർത്തകർ തന്നെയാണ്. അത് അവർ പറയുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കൊടി പിടിച്ചോളൂ, നിങ്ങളുടെ പതാക, പച്ച പതാക പിടിച്ച് എൻ്റെ പിറകിൽ അണിനിരുന്നോളൂ എന്ന് രാഹുൽ ഗാന്ധി പറയണം. അതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയണം. ആ പതാക മാറ്റിവെക്കണം, ആ പതാക എനിക്ക് വേണ്ട, എനിക്ക് കാണേണ്ട എന്ന് പറയുന്ന ഒരാളെ ജയിപ്പിച്ച് വിടേണ്ട ഉത്തരവാദിത്തം എന്തിന് മുസ്ലിം ലീഗ് ഏറ്റെടുക്കണം എന്ന ചോദ്യം അണികളിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ഉയരും. അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും.